അവൾക്കൊപ്പം അച്ഛനായും അമ്മയായും എന്തൊക്കെ വന്നാലും ഞാനുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ അനാഥയാകുമല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. ദുരന്തഭൂമിയിൽ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസൺ പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കുകൾ അറം പറ്റിയോ? അക്ഷരാർത്ഥത്തിൽ ശ്രുതി ഇപ്പോൾ ഒറ്റയ്ക്കായി. അച്ഛനും അമ്മയും കൂടപ്പിറപ്പും പോയതിന്റെ വിഷമം മറക്കാൻ ശ്രുതി എന്ന ആ പെൺകുട്ടി ശ്രമിച്ചത് ജെൻസന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമായിരുന്നു. 10 വർഷം കൂടെ ഉണ്ടായ പ്രണയത്തെ കഴിഞ്ഞ ദിവസം വിധി കൈക്കലാക്കിയപ്പോൾ ശ്രുതിയോട് എന്ത് പറയണമെന്നറിയാതെ ഒരുങ്ങുന്നത് അവളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കി പ്രതിശുദ്ധ വരൻ ജെൻസനും വിടവാങ്ങി. ശ്രുതിയും ബന്ധുക്കളും ഒത്തു സഞ്ചരിക്കവേ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ബസും വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വെള്ളാരം കുന്നിന് സമീപത്ത് വെച്ച് ശ്രുതിയും ജെൻസനും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബസ് ഇവരുടെ വാനുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന 9 പേർക്ക് പരിക്കേറ്റിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജെൻസന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം മുഴുവൻ തകർന്നു. വാഹനത്തിന്റെ മുൻഭാഗത്തായിരുന്നു ജെൻസൺ ഇരുന്നത്. ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും മരിച്ചിരുന്നു. ജെൻസനുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശത്തിനും ശേഷമാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജെൻസൺ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വേദനയാവുകയാണ്. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരെ ഉൾപ്പെടെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാലാണ് ശ്രുതി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സഹോദരി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് കാണാനായത്. 2 മാസം മുൻപ് പുതിയ വീടിന്റെ പാലുകാച്ചലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒരുമിച്ചാണ് നടത്തിയത്. ഉരുളിന് ശേഷം ആ വീടിനെടുത്ത് കല്ലും ചെളിയും മാത്രം ശേഷിച്ചു. ശ്രുതിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന 4 ലക്ഷം രൂപയും 15 പവൻ സ്വർണവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ശ്രുതിയുടെ ഒപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ ജെൻസൺ ഉണ്ടാകും. ഉടുതുണി മാത്രം ബാക്കിയുണ്ടായിരുന്ന ശ്രുതിക്ക് ജെൻസനായിരുന്നു ഏകബലം. ഉയരായി കൂടെ ഉണ്ടായിരുന്ന ജെൻസനും ഒടുവിൽ അപകടത്തിൽ യാത്രയായി. ഉരുൾപൊട്ടലിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ മാസം വിവാഹം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ മാതാപിതാക്കൾക്കൊപ്പം ജെൻസന്റെ കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ശ്രുതി. കൽപ്പറ്റയിലെ വീട്ടിൽ നിന്നും ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിലിടിച്ചത്. ജെൻസനാണ് വാൻ ഓടിച്ചത് എന്നാണ് വിവരം. തലയിൽ രക്തസ്രാവം ഉണ്ടായതിനാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിയുടെ കൈപിടിച്ച് നടന്ന ജെൻസൺ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം ഹൃദയം കവർന്നിരുന്നു. ഒരിക്കലും ശ്രുതി ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന് ജെൻസൺ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ക്യാമ്പിൽ നിന്നും ശ്രുതി ബന്ധുക്കളുടെ ഒപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്കാണ് താമസം മാറിയത്. വീട്ടിലിരുന്ന് മടുത്ത ശ്രുതിക്ക് ആശ്വാസം നൽകാനാണ് ജെൻസൺ ലക്കിടിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. ആ യാത്ര അവസാന യാത്രയായി. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.